സംസ്ഥാനത്ത് സാധുക്കളായ 62 ലക്ഷം ആൾക്കാർക്ക് ഈ കേരളത്തിൽ പെൻഷൻ വിതരണം ചെയ്യുന്നൊരു ഗവൺമെന്റാണ്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന നമ്പർ 37 ലക്ഷമായിരുന്നെങ്കിൽ അത് 62 ലക്ഷമാക്കുവാനും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള വേദന അനുഭവിക്കുന്നവരുമായ മനുഷ്യരുടെ പെൻഷൻ അത് 1600 രൂപയാക്കി ഉയർത്തിക്കൊടുത്തൊരു ഗവൺമെന്റാണ് ഇന്നത്തെ ഗവൺമെന്റ്. എന്നാ പിന്നെ പേടിക്കണ്ട. ഈ മാസത്തെ കൂടെ വരുമ്പോൾ 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ പെൻഷൻ കുടിശ്ശിക കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. എന്നാൽ കേരളത്തിലെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 3 ഇരട്ടിയായി ഇത് വർദ്ധിപ്പിക്കുവാനും അതിൽ 4 ലക്ഷം ആൾക്കാർക്ക് മാത്രമാണ് 250 രൂപ കേന്ദ്ര ഗവൺമെന്റ് വിഹിതം കിട്ടുന്നത്. ബാക്കിയുള്ള 58 ലക്ഷം ആൾക്കാരെടുക്കും ഈ തുക 1600 വെച്ച് ഏതാണ്ട് 900 കോടി രൂപ ഒരു വർഷക്കാലം ഈ സംസ്ഥാനം ക്ഷേമ പെൻഷനായി കൊടുക്കുന്നുണ്ട്. സത്യം എന്താണെന്ന് ആർക്കറിയാം. ഇവിടെ 2 അമ്മമാരുടെ ആ വേദനിപ്പിക്കുന്ന കഥ ഇവിടെ ആഷ്മി പറഞ്ഞു, നമ്മൾ സ്ക്രീനിൽ കണ്ടു. അത് എന്തോ സാങ്കേതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. കാരണം പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. സാർ, ഇവർക്കൊക്കെ ഈ പറയുന്ന മാസമുള്ള ഈ തുക മാത്രമാണ്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ, ഈ സാമൂഹിക പെൻഷനിൽ ജീവിക്കുന്ന മനുഷ്യരുടെ എന്താണ് ഗതികേടിന്റെ പരമാവധി ആലോചിച്ച് നോക്കൂ. നിവൃത്തിയില്ലാത്തവരാണ്, ഇത് മാത്രമാണ് പണം. അവരുടെ പണം മുടങ്ങുമ്പോൾ കേരളവുമായി തെരുവിലിറങ്ങുന്നത് സങ്കടമല്ലേ, കഷ്ടമല്ലേ ചിത്തരഞ്ജൻ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ കഥാപ്രസംഗം ഞാൻ 3-4 മിനിറ്റ് കേട്ടു. ഇനി ഞാൻ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പോകുമ്പോൾ നിങ്ങൾ കയറിയിട്ട് നിങ്ങളുടെ കഥ തുടങ്ങുകയാണെങ്കിൽ ഞാൻ നിർത്തിയേക്കാൻ. നിങ്ങൾ അതും കൂടെ പറഞ്ഞു. 2 വർഷക്കാലത്തെ പെൻഷൻ കുടിശ്ശിക എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആമുഖമായി ഇത് പറയാൻ നിർബന്ധിതനായത്. അതേതോ സാങ്കേതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും അമ്മമാരുടെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി പരിശോധിക്കണം, അവർക്കത് കൊടുക്കാനുള്ള നടപടിയും സ്വീകരിക്കണം. ആ കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ല. അതിന് പ്രത്യേക താങ്ക്സ് ഉണ്ട്. ഏറ്റവും കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പോലും ആഘോഷമൊന്നും നടത്തിക്കൂടാ എന്ന് പറയുന്നതും നമ്മുടെ രാജ്യം തന്നെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായി മാറിയാൽ പോലും കഴിയുമോ? അങ്ങനെയാണോ നമ്മൾ ഈ കാര്യങ്ങളെ കാണേണ്ടത്? ബഹുമാനപ്പെട്ട കോടതി ഏത് സാഹചര്യത്തിൽ അങ്ങനെ കൂടി കാണേണ്ടി വരും. അവനൊന്നും അറിയില്ല താമോ. സമസ്ത മേഖലകളിലും പ്രതിസന്ധിയാണ് സാർ. ദൈനംദിന ചെലവിന് കാശില്ല എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കോടതിയിലാണ്. ചീഫ് സെക്രട്ടറി സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെ കട്ടപ്പുറത്തൊരു സർക്കാർ ഇരിക്കുമ്പോൾ 27 കോടിയും സ്പോൺസർഷിപ്പിന്റെ തുകയും എടുത്ത് പൊടിക്കുന്നത് ശരിയാണോ ചിത്തരഞ്ജൻ? എന്ത് നല്ല കാര്യത്തിനാണെങ്കിലും അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടത്, കേരളത്തിന് 900 കോടി രൂപ വേണം ഒരു മാസക്കാലം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ. ആ 900 കോടി രൂപ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തന്നെയാണ് ഇത്രയും കാലം സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്തിന്റെ കഴിഞ്ഞ 65-67 വർഷക്കാലം കേരളം ആർജിക്കുവാൻ കഴിഞ്ഞ നല്ല നേട്ടങ്ങൾ, അതുപോലെ തന്നെ ഭാവി കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തുടർന്ന് നടത്തേണ്ട കാര്യങ്ങൾ, ഇതേ സംബന്ധിച്ചല്ല സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ളവരെ എല്ലാം ഒന്നിപ്പിച്ചൊരു വേദിയിൽ കൊണ്ടുവരുവാനും അതിലൂടെ പുതിയ ആശയങ്ങൾ രൂപീകരിപ്പിക്കുവാനും ഒക്കെ നടന്നിട്ടുള്ള ഈ കേരളീയം എന്ന് പറയുന്ന പരിപാടി പൊതുവെ സ്വാഗതം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. കഴിഞ്ഞ 2 വർഷക്കാലത്തിനുള്ളിൽ തന്നെ ഈ ഗവൺമെന്റ് വരുമാനം വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ചെലവുകൾ ചുരുക്കുവാനും അതോടൊപ്പം തന്നെ വളരെ കൃത്യതയോടുകൂടെ ധനകാര്യ മാനേജ്മെന്റ് മുന്നോട്ട് പോകുവാനും എല്ലാം തയ്യാറായതിന്റെ ഫലമായി നമുക്കാകെ വന്നിട്ടുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം വർധനവ് മാത്രമാണ് നമുക്ക് വന്നത്. പക്ഷെ നമ്മുടെ ചെലവുമായിട്ട് യാതൊരു നിലയിലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ദൂർത്തിന്റെ സമയത്തും കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് ആടിനെ വിറ്റുകൊടുത്ത സുബൈദാത്തയും പിള്ളേരുടെ കയ്യിൽ നിന്ന് കുടുക്ക പൊട്ടിച്ച് മേടിച്ചതും അതുപോലെ സൈക്കിൾ വിറ്റ് മേടിച്ചതും ഒക്കെ കൂട്ടി ദുരിതാശ്വാസ നിധി ഉണ്ടാക്കിയെന്ന് പറയുന്ന സർക്കാരാണ് ഇതുപോലെ ദൂർത്ത് നടത്തുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഇവിടെ 4 മാസത്തെ പെൻഷൻ ഏതായാലും മുടങ്ങിക്കിടക്കുകയാണെന്ന് ഒരു ഇടതുപക്ഷത്തിന്റെ വക്താവ് ഇവിടെ വന്ന് പറഞ്ഞത് നന്നായി. കാരണം ആദ്യമായിട്ടാണ് ഒരു ഇടതുപക്ഷത്തിന്റെ വക്താവ് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എന്ന് പൊതുജന മധ്യത്തിൽ വന്ന് സമ്മതിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പറഞ്ഞു പ്രശ്നം പരിഹരിക്കുന്നു പറഞ്ഞു. ഇത് സത്യമായ കാര്യമാണോ അതോ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ, അതുപോലെ തന്നെ കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട 1000 കോടി രൂപ കൊടുക്കാത്തത് കൊണ്ട് ആശുപത്രികൾ കാരുണ്യ പദ്ധതിയിൽ നിന്ന് മാറാൻ പോവുകയാണ്. അതുപോലെ തന്നെ വിധവകൾക്കുള്ള പെൻഷൻ, അതുപോലെ തന്നെ അംഗപരിമിതർക്കുള്ള സഹായ പദ്ധതി, അതുപോലെ തന്നെ മിശ്ര വിവാഹിതർക്കുള്ള സഹായ പദ്ധതി, ഇതൊക്കെ കേരളത്തിൽ മുടങ്ങിക്കിടക്കുകയാണ്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. ഇവിടെ കോവിഡ് കാലത്ത് കുടുംബശ്രീ ഹോട്ടൽ എന്ന് പറഞ്ഞ വിശപ്പ് കേരളം പദ്ധതി അവർ ഹോട്ടൽ തുടങ്ങി. എന്താ 20 രൂപയ്ക്ക് ഊണ്, അത് തുടരാൻ സർക്കാർ പറഞ്ഞു. അതിനുള്ള സബ്സിഡി കൊടുക്കാമെന്ന് പറഞ്ഞു. സബ്സിഡി കൊടുത്തില്ല എന്ന് മാത്രമല്ല പലരുടെയും കെട്ടുതാലി ആധാരമടക്കം പണയത്തിലാണ്. പലർക്കും കൊടുക്കാനുള്ളത് 10-15 ലക്ഷം രൂപ കൊടും കടക്കണിയിലാണ്. ഇന്ന് അവർ സമരമുഖത്തേക്ക് ഇറങ്ങി.
സെക്രട്ടേറിയറ്റിന് മുന്നിൽ. നിന്റെ മോന്ത കണ്ടാലറിയാം നീ ഒരു പരമനാറിയാന്ന്. തിരുവനന്തപുരത്ത് 80 ലക്ഷം രൂപയുടെ ഇലൂമിനേഷൻ ലൈറ്റ്, ലക്ഷങ്ങൾ മുടക്കി ഗാനമേള, ആദ്യത്തെ ദിവസം മോഹൻലാലിനെയും മമ്മൂട്ടിയെയും 80 ലക്ഷം, 2 കോടി. ശോഭനയുടെയും കലാമാമാങ്കങ്ങൾ, അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റിവൽ, സാധാരണക്കാരന് ഉച്ചഭക്ഷണത്തിന് കുട്ടികൾക്ക് കാശില്ലാത്ത സമയത്ത് ഫുഡ് ഫെസ്റ്റിവൽ, ഇങ്ങനെ 27.5 കോടി രൂപയുടെ ദൂർത്ത്. അപ്പൊ ഇതിന്റെ പേരിൽ കൊടിയ പിരിവ് നടന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിന്റെ പേരിൽ ദൂർത്ത് നടന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിന്റെ പേരിൽ അഴിമതിയും നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആർ സി ബുക്ക് വീട്ടിലേക്ക് കൊടുക്കാൻ സ്റ്റാമ്പ് പൊട്ടിക്കണമല്ലോ. ആ സ്റ്റാമ്പ് പൊട്ടിക്കാൻ പൈസ ഇല്ല. കുടിശ്ശിക കാരണം ധനവകുപ്പ് കൈവിടുന്നു. അത് കാരണം ആർ സി ബുക്കും ലൈസൻസ് എത്തിക്കാൻ പൈസ ഇല്ല. ആ അവസ്ഥയാണ്. കഷ്ടം. അതിദരിദ്രന്മാർ എന്ന് വെച്ചാൽ 3 നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർ. കേരളത്തിലെ 350 ലക്ഷം അല്ലെ 3.5 കോടി വരുന്ന മലയാളിയിൽ 60,400 പേരാണ്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് ഈ ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി 47.89% അതിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു. ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇനി കേരളത്തിൽ അവശേഷിക്കുന്ന 30,658 അതിദരിദ്രന്മാരുണ്ട്. ആ അതിദരിദ്രന്മാരെ ഈ വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ അവരെയും മറ്റുള്ളവരോടൊപ്പം എത്തിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ അതിദരിദ്രരില്ലാത്ത 1ാമത്തെ സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് ഈ കേരളത്തെ മാറ്റുവാൻ വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നുമില്ലല്ലോ. വല്ലാത്ത അവസ്ഥ ഉള്ള കാലത്ത് ഇവിടെ നീന്തൽക്കുളം നവീകരണത്തിന് ലക്ഷങ്ങൾ, ഇവിടെ കാലിത്തൊഴുത്തിന് ലക്ഷങ്ങൾ, ഇവിടെ കാറ് വാങ്ങാൻ ലക്ഷങ്ങൾ, ഇവിടെ ആഘോഷത്തിന് ലക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ മുണ്ട് മുറുക്കാൻ നിങ്ങൾ പറയുന്ന ജനത്തോട് നൽകുന്ന സന്ദേശം എന്താണ്? അവരുടെ മുഖത്ത് നോക്കി പല്ലളിക്കലല്ലേ അത്? സ്ഥാനത്തൊക്കെ 2 കിട്ടുമ്പോൾ മാറിക്കോളും. അല്ലല്ലോ, ഞങ്ങളല്ലല്ലോ. അങ്ങനെ ഒറ്റപ്പെട്ട ഒരു ചെറിയ ചെറിയ കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഒരു നാട് നേടിയ നേട്ടങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ അതിന് ഞങ്ങൾ കേട്ടോണ്ടിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാർ ഈ കേരളത്തോട് കാട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായി ഞെരുക്കിക്കൊള്ളുവാൻ നടത്തുന്ന ശ്രമത്തിനെതിരെ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? കേന്ദ്രം കേരളത്തെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് ഞാൻ തന്നെ 5-6 ചർച്ച നടത്തിയിട്ടുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശരി. കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം എന്താ? ഞാൻ അങ്ങനെയൊക്കെ എത്താം. അല്ലല്ല, ആരാണ് ഈ കേരളത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്? പക്ഷേ ധൂർത്ത് കാണിക്കാതിരിക്കുക ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഈ CPM-ന്റെ വക്താക്കളെല്ലാം ഫാക്ച്വലായ എററാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലും 18 മാസത്തെ കുടിശ്ശിക പെൻഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാലും നിനക്ക് അങ്ങനെ പറയാൻ തോന്നിയല്ലോടാ? എനിക്ക് തോന്നി പറഞ്ഞു. ശ്രീ PP ചിത്തരഞ്ജൻ ഇരിക്കുന്ന നിയമസഭയിൽ താങ്കളുടെ മുൻകാല MLA ആയിരുന്ന ഇപ്പോഴത്തെ CPM നേതാവ് ശ്രീ M സ്വരാജിന്റെ ചോദ്യത്തിന് 26/4/2017 പറഞ്ഞ ഉത്തരത്തിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, കോൺഗ്രസ് ഭരിച്ചിരുന്ന UDF-ന്റെ ഭരണകാലഘട്ടത്തിൽ 3 മാസത്തെ പെൻഷൻ അത് കുടിശ്ശിക ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഉണ്ടായിരുന്ന കുടിശ്ശിക DBT-യിലേക്ക് നമ്മൾ മാറുന്നതിലുണ്ടായ സാങ്കേതിക പ്രശ്നം മൂലമാണ് എന്നും ശ്രീ തോമസ് ഐസക്കിന്റെ തന്നെ നിയമസഭാ രേഖയുണ്ട്. ഈ CPM ഇതുപോലെ പച്ചക്കള്ളം, പച്ച നുണ കാലങ്ങളായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ ഇനിയെങ്കിലും തിരുത്തണം. ഈ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല, ഇനിയെങ്കിലും തിരുത്തണം. 18 മാസം എന്നൊക്കെ പച്ച നുണ നിങ്ങളുടെ തന്നെ നേതാവ് തിരുത്തിയ കാര്യം. ഇനി ആ വിഷയം അവിടെ നിൽക്കട്ടെ, രണ്ടാമത്തെ കാര്യം ആ വിഷയം നിൽക്കട്ടെ. ഞാൻ കണ്ടോ ആഷ്മി ഇപ്പൊ കണ്ടോ അദ്ദേഹത്തിന്റെ അടുത്ത പ്രതിരോധം കണ്ടില്ലേ? ആ 3 മാസത്തെ പെൻഷൻ ആരാ കൊടുത്തതെന്ന്? ഞാൻ ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ് ആഷ്മി? 3 നേത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ?